റഷ്യയുമായിട്ട് വ്യാപാര കരാർ തുടർന്നാൽ ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായിട്ട് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ രംഗത്തെത്തി. അപ്പം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താ? വളർന്നു വരുന്ന ഒരു സമ്പദ് ശക്തി, സൈനിക ശക്തി എന്ന നിലയിൽ ഇന്ത്യ റഷ്യയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു. റഷ്യയുമായിട്ടുള്ള സൈനിക വ്യാപാര കരാർ മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ പുട്ടിനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഇരു രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ 50 ദിവസത്തിനുള്ളിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യയ്ക്ക് പുട്ടിന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അത് ചെയ്തില്ലെങ്കിൽ ഇതിന് ശേഷം 100% താരിഫായിരിക്കും റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്നത്. അതിൻ്റെ അനന്തരഫലം ഇന്ത്യയും ചൈനയും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നാറ്റോയുടെ ഈ ഭീഷണി നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഗൗരവമാണ്. ഈ ഗൗരവമായ വിഷയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം പുച്ഛിച്ച് തള്ളി എന്നാണ് കേൾക്കുന്നത്. അതായത് ട്രംപിൻ്റെ നിലപാടുകളോ നാറ്റോയുടെ സെക്രട്ടറി ജനറലായ മാർക്ക് റുട്ടയുടെ പുതിയ തിട്ടൂരമോ ഒന്നും നമ്മൾ അംഗീകരിക്കില്ല. നമ്മൾ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ 3 രാജ്യങ്ങൾ, റഷ്യ, ചൈന, അതുപോലെ തന്നെ ഇന്ത്യ, ഈ രാജ്യങ്ങൾ ബ്രിക്സിലെ ഒരു വൻ ശക്തികളാണ്. ഈ ബ്രിക്സ് എല്ലായ്പ്പോഴും നാറ്റോയ്ക്ക് ഭീഷണിയാണ്, അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. എന്തിനും അവരുടെ ഡോളറിന് പോലും ഭീഷണി ഉയർത്താനായിട്ട് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നപ്പോൾ തന്നെ ഈ രാജ്യങ്ങൾക്ക് മേൽ ടാക്സ് കൂട്ടുമെന്ന് ട്രംപ് പറഞ്ഞത്. 3 രാജ്യങ്ങളും അർഹിക്കുന്ന അവഗണനയോടെ അതിനെ തള്ളിക്കളഞ്ഞു. പിന്നീട് അടുത്ത ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ബ്രസീലിന് നേരെ താരിഫ് വർദ്ധിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇന്ത്യയും ചൈനയും ബ്രസീലും ചേർന്ന് പുട്ടിനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റണം. ഗൗരവപരമായിട്ട് സമാധാന ചർച്ചയുമായി ഈ 3 രാജ്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും എന്ന് പറഞ്ഞാൽ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ പറയുന്നു, ഞങ്ങൾ നാറ്റോ രാജ്യങ്ങൾക്കെല്ലാം തന്നെ യുദ്ധത്തിന് തയ്യാറായിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആയുധങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചുകൊള്ളൂ, എന്ത് തരത്തിലുള്ള ആക്രമണത്തിനും സജ്ജമായിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ, ഇന്ത്യക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണത്തിന് ശ്രമം നടത്തുന്നു അവർ കരുതിയാൽ അതിനെ തെറ്റു പറയാനും സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് ബ്രിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഭീഷണി ഉണ്ടായി, നമ്മളതിനെ അവഗണിച്ചു. ഇപ്പോൾ 2ാം ഘട്ടം എന്ന നിലയിൽ പുട്ടിനെ സമാധാനിപ്പിച്ച് ഈ യുക്രൈൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ പുട്ടിന് മറ്റൊരു നിലപാട് സ്വീകരിക്കാം. കാരണം ആക്രമണം കടുപ്പിക്കാം, അതല്ലെങ്കിൽ കൂടുതൽ കൊലപാതകങ്ങൾ നടത്തി കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് പിന്നീട് അത് വെച്ചിട്ട് ഒരു വിലപേശൽ തന്ത്രം നടത്താം. ഇത് മാർക്ക് റൂട്ടോ ഉൾപ്പെടെയുള്ളവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ നിലപാട് പരാജയപ്പെട്ടെങ്കിൽ US സെനറ്റർമാരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനായിട്ട് രംഗത്ത് വരുന്നു. US സെനറ്ററായ തോം ടില്ലിസ് പറയുന്നത് ഈ നിലപാടിനെ വളരെ അഭിനന്ദനാർഹമാണ്, നമ്മളതിനെ പിന്തുണയ്ക്കണം. മാത്രമല്ല റഷ്യ വിലപേശൽ തന്ത്രത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അതിന് തിരിച്ചടി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നാറ്റോ രാജ്യങ്ങൾ മുഴുവൻ ഉക്രൈന് എല്ലാവിധ പിന്തുണയും നൽകും, സാമ്പത്തിക സഹായം നൽകുമെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഇന്ത്യയുടെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വന്നിട്ട് പറയുന്നു ഇന്ത്യ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ നമ്മളും 3ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു. ഇത് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മൾ കൂടുതൽ ആയുധങ്ങളൊക്കെ പരീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ആയുധ വിൽപ്പന നടത്തുന്നുണ്ട്. മാത്രമല്ല ലോകത്ത് 3ാം ലോക മഹായുദ്ധം നടക്കാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്നു. ഇവിടെ റഷ്യ ഉക്രൈൻ യുദ്ധം മാറ്റിവെച്ചാൽ ഇറാന് നേരെ ഇസ്രായേൽ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താം. അതായത് ഇസ്ഫഹാൻ, ഫൊർദോ, നതാൻസ് തുടങ്ങിയ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. പക്ഷേ ആണവ കേന്ദ്രം പൂർണ്ണമായിട്ടും തകർത്തില്ല. അതുകൊണ്ട് തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം അവിടെ നടക്കുന്നുണ്ട്. അവർ ആണവായുധം നിർമ്മിക്കാം. അങ്ങനെയാണെങ്കിൽ അയത്തുള്ള അലി ഖമനേയി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആരും ഭീഷണിപ്പെടുത്താൻ വരണ്ട എന്നും. അപ്പോൾ അമേരിക്ക സ്വാഭാവികമായിട്ടും ഇസ്രായേലുമായിട്ട് ചേർന്ന് അങ്ങോട്ടൊരു ആക്രമണം നടത്താം. അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണെങ്കിൽ ചൈന തൈവാനെ ആക്രമിക്കാൻ ചില നിലപാട് സ്വീകരിക്കുന്നു. തൈവാനിൽ മിസൈൽ വിന്യാസമൊക്കെ നടത്തി, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തൈവാനും പ്രതിരോധത്തിന് തയ്യാറാകുന്നു. ഈ തൈവാൻ എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടത് അമേരിക്കയാണ്. കാരണം ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ പിടിവള്ളി എന്ന് പറയുന്നത് തൈവാനിലെ ബേസ് സ്റ്റേഷനുകളാണ്. ആ ഒരു ഘട്ടത്തിൽ അമേരിക്ക റഷ്യ യുദ്ധത്തിൽ ഉക്രൈൻ ആയുധങ്ങളൊക്കെ നൽകി സാമ്പത്തിക സഹായം നൽകി അവിടെ നിൽക്കേണ്ടി വരും. അതേസമയം ഇപ്പുറത്ത് ചൈന തൈവാനെ ആക്രമിച്ചാൽ തൈവാനെ സംരക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഒരേ സമയം 2 യുദ്ധമുഖങ്ങൾ തുറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ട്. മാത്രമല്ല ഇറാനിലേക്ക് ഇനി ഇന്ത്യക്കാർ ആരും പോകരുതെന്ന് നമ്മുടെ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇറാനിൽ ഇപ്പോഴുള്ള ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു വരാം.
അങ്ങനെയാണെങ്കിൽ ഇറാനിൽ ഒരു യുദ്ധത്തിന് സമാനമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചൈനയെയും ഇന്ത്യയെയും ബ്രസീലിനെയും ഭീഷണിപ്പെടുത്തി പുട്ടിനെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളതാണ് നാറ്റോയുടെ ലക്ഷ്യം. അത് ട്രംപിൻ്റെ അജണ്ടയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ ട്രംപ് പുട്ടിനൊരു പണി കൊടുക്കാൻ വേണ്ടി സെലൻസ്കിയുമായിട്ടൊരു മീറ്റിംഗ് നടത്തി സെലൻസ്കിയോട് പറഞ്ഞു, നിങ്ങൾക്ക് മോസ്കോയെ ആക്രമിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് ആയുധങ്ങൾ തരികയാണെങ്കിൽ മോസ്കോയെ ആക്രമിക്കാം, ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടെന്ന് പറഞ്ഞു. ഇത് വിവാദമായതോടെ ട്രംപ് നിലപാട് മാറ്റി. ട്രംപ് ഒരു അഴകൊഴഞ്ചൻ നിലപാടൊക്കെ എടുത്തു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, തെറ്റിദ്ധരിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലൊരു ആക്രമണത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇത് കൂടാതെ തന്നെ ഈ പുട്ടിൻ്റെ നിലപാടുകളെ ഇപ്പോൾ ട്രംപിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം പുട്ടിൻ പകൽ സമയത്ത് എല്ലാവിധ സമാധാന ചർച്ചകൾക്കും തയ്യാറാണെന്ന് പറയും, രാത്രിയാണെങ്കിൽ ഉക്രൈന് നേരെ ബോംബാക്രമണം നടത്തും. അപ്പോൾ ട്രംപിനെ വളരെ കൃത്യമായിട്ട് വളരെ തന്ത്രപരമായിട്ട് പുട്ടിൻ കബളിപ്പിക്കുകയാണോ എന്നൊരു സംശയം ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏഷ്യയിൽ ഒരു യുദ്ധമുഖം വീണ്ടും തുറക്കാം. കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഒന്നും അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാന് നേരെ ഒരു ആക്രമണത്തിന് മുതിരുന്നോ അല്ലെങ്കിൽ മുതിരാനുള്ള സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ അതും തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഏഷ്യയിൽ ചൈനയും തൈവാനും തമ്മിൽ അടുത്ത യുദ്ധമുഖം തുറക്കും. ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് പോയാൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ കുറച്ച് സംഘർഷാവസ്ഥയുണ്ട്. യമനിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു. യൂറോപ്പിൽ നാറ്റോ രാജ്യങ്ങൾ റഷ്യയ്ക്ക് എതിരെ ഉക്രൈനെ സഹായിക്കാനായിട്ട് രംഗത്തിറങ്ങുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യം ലോകത്ത് ഉരുത്തിരിഞ്ഞു വരികയാണ്. അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടാകാം ലോകത്തിലെ മിക്ക രാജ്യങ്ങളും വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. കഴിഞ്ഞ 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ലോകരാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങിയത്? അതിൻ്റെ പല മടങ്ങ് ഇരട്ടിയായിട്ട് ആയുധങ്ങൾ സംഭരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യ പുതിയ പുതിയ മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അന്തർവാഹിനികൾ ഇവയൊക്കെ നിർമ്മിക്കുന്നു, പരീക്ഷിക്കുന്നു. ഇന്ത്യ വ്യാപാര കരാറിലേക്ക് ഏർപ്പെടുത്തുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ചൈനയ്ക്ക് വലിയ റോളില്ലാത്ത മേഖലയിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി റഷ്യ യുദ്ധത്തിൽ നിന്ന് മാറ്റാനായിട്ട് മാർക്ക് റുട്ടെ എന്ന് പറയുന്ന നാറ്റോ ജനറൽ സെക്രട്ടറി ശ്രമിക്കുന്നു. അതിന് പറ്റില്ല എന്ന് ശക്തമായ ഭാഷയിൽ നമ്മൾ തിരിച്ചടി അല്ലെങ്കിൽ മറുപടി നൽകുന്നു. റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തണമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് വീണ്ടും നാറ്റോ നൽകുന്നു. അങ്ങനെ എണ്ണ വ്യാപാരം നടത്തിയാൽ വീണ്ടും റഷ്യയ്ക്ക് ഉണ്ടാക്കുന്നത് പോലെ 100% നികുതി വർധനവ് അതൊരു പക്ഷേ ഇന്ത്യക്ക് മേലെയും ഉണ്ടാകാം. നമ്മൾ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. കാരണം നമ്മൾ സൈനികപരമായി സാമ്പത്തികപരമായിട്ട് വന്നിട്ട് ഉയർന്നു നിൽക്കുകയാണ്. മാത്രമല്ല, വരുന്ന കാലഘട്ടത്തിൽ വേണ്ട റെയർ എർത്തുകൾ സമ്പാദിക്കാൻ അപൂർവ ധാതുക്കൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ചില വിദേശ രാജ്യങ്ങളുമായിട്ട് അടുത്ത കാലത്ത് കൂടുതൽ കരാറുകളിലേക്ക് ഏർപ്പെട്ടു. അപ്പം അമേരിക്കയുടെ നാറ്റോയുടെ ഈ ഭീഷണി ഇന്ത്യക്ക് മുമ്പിൽ വിലപ്പോകില്ല എന്ന് വളരെ കൃത്യമായ ഭാഷയിൽ തന്നെ നമ്മൾ മറുപടി നൽകിയിരിക്കുകയാണ്.